ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നേരത്തെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിധികർത്താവ് കോഴ ആരോപണത്തിൽ കസ്റ്റഡിയിലായി എന്നുള്ളൊരു വിവരമാണ് പുറത്തുവരുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ വിധികർത്താവ് കസ്റ്റഡിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രുതി, മാർഗംകളിയുടെ വിധികർത്താക്കളായ 3 പേരെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന മാർഗംകളിയിൽ കോഴ ഉണ്ടായിട്ടുണ്ട്. കോഴ ആരോപണം ഉന്നയിച്ചായിരുന്നു കലോത്സവം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേ തുടർന്ന് ഈ ജഡ്ജസ് ആയ 3 പേരെ കോളേജ് യൂണിയൻ തന്നെ തടവിൽ വെച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കന്റോൺമെന്റ് പോലീസ് 3 വിധികർത്താക്കളെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി യൂണിയന്റെ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുന്നത്. ഇതിൽ 3 പേരും, ഈ കസ്റ്റഡിയിലായ 3 പേരും, ജോമറ്റ് ഉൾപ്പെടെയുള്ള 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ 3 പേരും പറയുന്നത് തങ്ങൾക്കെതിരെ തെളിവുകളൊന്നുമില്ല, ആരോപണങ്ങൾ മാത്രമാണ്, തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പ്രതികരിച്ചത്. എന്നാൽ യൂണിയന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ ഇവർ 3 പേരും കോഴ വാങ്ങിയിട്ടുണ്ട് മാർഗംകളിയിൽ എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ മാർഗംകളി മത്സരം കഴിഞ്ഞതോടുകൂടി ഏകദേശം 3 കോളേജുകൾ തമ്മിലൊരു സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് ദഫ്മുട്ട്, അതുപോലെ തന്നെ അറബനമുട്ട് തുടങ്ങിയവയുടെ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നില്ല. 5 ദിവസം നീളുന്ന കലോത്സവത്തിനിടെയാണ് ഇത്തരത്തിലൊരു കോഴ ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ യൂണിയന്റെ യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം നമുക്ക് ലഭിക്കാനുണ്ട്. ആ പ്രതികരണത്തിന് ശേഷമായിരിക്കും എന്താണ് ശരിക്കും സംഭവിച്ചതെന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ജോമറ്റ് ഉൾപ്പെടെ 3 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റു 2 പേരുകൾ ലഭ്യമായിട്ടില്ല. ഈ 3 പേരും അധ്യാപകരല്ല, പരിശീലകരാണ് എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണത്തിന് ശേഷം മാത്രമേ നമുക്ക് മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ശ്രുതി, വ്യക്തമാണ് സൂര്യഗായത്രി. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ വിധികർത്താക്കൾ കസ്റ്റഡിയിലായിരിക്കുന്ന 3 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി നൽകിയത്.